നീ എൻ സ്വന്തം ഭാഗം 48. മുത്തശ്ശൻ പറഞ്ഞതും അതെ, ഈ ദക്ഷ ചേച്ചിയുടെ ഒപ്പം ഒന്ന് പിടിച്ചു നിൽക്കേണ്ടേ, അതുകൊണ്ടാണ് ശരണ്യ പറഞ്ഞു. തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന ശ്രീദേവിനെ തന്നെയായിരുന്നു ദക്ഷയും ആ നിമിഷം നോക്കിയത്. മനോഹരമായ ഒരു പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ശ്രീദേവ്. കണ്ണ് ചിമ്മാതെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും ദക്ഷ പെട്ടെന്ന് നോട്ടം മാറ്റി. ഇറങ്ങാം, മുത്തശ്ശി പറഞ്ഞു. ഏട്ടം വരുന്നുണ്ടോ അതിന്? ശരണ്യ ചോദിച്ചു. എന്താ, ഞാൻ അമ്പലത്തിൽ വരാൻ പാടില്ലേ? വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശ്രീദേവ് ശരണ്യോട് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, പക്ഷെ അമ്പലത്തിലേക്ക് വരാത്ത ആള് വരുന്നത് കണ്ടപ്പോ ചോദിച്ചു പോയതാണ്, ശരണ്യ പറഞ്ഞു. ഞാൻ നിർബന്ധിച്ചിട്ടാ അവൻ വരുന്നത്, മുത്തശ്ശി പറഞ്ഞു. ഓ അങ്ങനെ, ഞാനും വിചാരിച്ചു അമ്പലത്തിലേക്ക് എന്ന് പറയുമ്പോഴേക്കും മുങ്ങുന്നതാണല്ലോ പതിവ്. ശരണ്യ ഇടുപ്പിൽ കൈകൊടുത്തുകൊണ്ട് നിന്ന് പറയുന്നത് കേട്ടതും ശ്രീദേവ് അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ തലയിൽ കൊട്ടി. നീ വരുന്നുണ്ടെങ്കിൽ വാ, ഇല്ലെങ്കിൽ ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ മുന്നിൽ നടന്നു. അവന്റെ കൂടെ മുത്തശ്ശിയും മുത്തശ്ശനും, പുറകിലായി ശരണ്യയും ശ്രീകുട്ടിയും ദക്ഷയും നടന്നു. അവർ ചെന്ന് കാറിലേക്ക് കയറി. ശ്രീദേവാണ് കാറ് ഡ്രൈവ് ചെയ്തത്. ഇന്നലെ വരുമ്പോൾ കണ്ട ആ പാടത്തിന്റെ നടുവിലൂടെയുള്ള വഴിയെ ശ്രീദേവിന്റെ കാറ് വലിയൊരു ആൽമരത്തിന്റെ ചുവട്ടിൽ ചെന്ന് നിന്നു. എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങി. മുത്തശ്ശി മുന്നേ നടന്നു. മുത്തശ്ശിയുടെ പുറകെ തന്നെ ഒരു മേൽമുണ്ട് മാത്രം ഇട്ടുകൊണ്ട് മുത്തശ്ശനും നടന്നു. അപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയ ശ്രീദേവ് ഇട്ടിരുന്ന ഷർട്ട് ഊരി മാറ്റുന്നത് കാണുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയ ദക്ഷ ശ്രീദേവ് ഷർട്ട് ഇടാതെ നിൽക്കുന്നത് കണ്ടു. അവന്റെ ഉറച്ച വെളുത്ത ദൃഢമായ ശരീരവും അതിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന മാലയും അവന്റെ ദൃഢമായ നെഞ്ചിന്റെ ഭംഗി കൂട്ടുന്നതായി അവൾക്ക് തോന്നി. അവൾ തന്നെ നോക്കുന്നത് ഒരു പുഞ്ചിരിയോടെ ശ്രീദേവ് കണ്ടു. ശ്രീദേവ് ഷർട്ട് കാറിലേക്ക് ഇട്ടുകൊണ്ട് മുണ്ട് ഒന്നുകൂടി മുറുക്കി ഉടുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ട്, എന്റെ ശരണ്യെ, നിന്റെ ഏട്ടനോട് പറ ഇങ്ങനെയൊന്നും നിൽക്കല്ലേ എന്ന്. ശ്രീകുട്ടി പറയുന്നത് കേട്ടാണ് ശരണ്യയും അങ്ങോട്ട് നോക്കുന്നത്. അമ്പലത്തിൽ നിന്നും ഇറങ്ങി പട്ടുപാവാട ഇട്ടുകൊണ്ടുവരുന്ന സുന്ദരികളായ 2-3 പെൺകുട്ടികൾ ശ്രീദേവിനെ നോക്കി നിൽക്കുന്നത് കണ്ടു. അവർ ശ്രീദേവിന്റെ അടുത്തേക്ക് ചെല്ലുന്നതും കണ്ടു. അവർ വരുന്നത് കണ്ടതും ശ്രീദേവ് മടക്കി കാറിൽ വെച്ചിരുന്ന അവന്റെ മേൽമുണ്ട് എടുത്ത് പുതച്ചുകൊണ്ട് ദക്ഷയെ നോക്കി. അവൾ ആ പെൺകുട്ടികളെ നോക്കുകയാണ് എന്ന് കണ്ടതും ശ്രീദേവ് ഒരു ചെറു പുഞ്ചിരിയോടെ നിന്നു. ആ പെൺകുട്ടികൾ ശ്രീദേവിന്റെ അടുത്തേക്ക് വന്നു. ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നതും ശ്രീദേവ് ഫോട്ടോയ്ക്ക് നിന്ന് കൊടുക്കുന്നതും ആ പെൺകുട്ടികൾ അപ്പുറവും ഇപ്പുറവുമായിട്ട് നിൽക്കുന്നതും പിന്നെ ഒറ്റയ്ക്ക് നിന്നും എല്ലാം ഫോട്ടോ എടുക്കുന്നത് നോക്കിക്കൊണ്ട് നിന്ന ശ്രീകുട്ടിയെയും ശരണിയെയും നോക്കിക്കൊണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നോക്കി നിൽക്ക്, ഞാൻ അമ്പലത്തിലേക്ക് കയറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ അമ്പലത്തിലേക്ക് നടന്നു. അവൾ നടന്നു പോകുന്നതിൻ്റെ ഇടയിലാണ് അമ്പലക്കുളം എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു ചെറിയ ബോർഡ് കണ്ടത്. അത് കണ്ടതും അവൾ അമ്പലക്കുളത്തിൻ്റെ അടുത്തേക്ക് നടന്നു. അവൾ കുളപ്പടവിൻ്റെ ഭാഗത്തായി വന്ന് നോക്കിയതും നിറയെ പടികളുള്ള മനോഹരമായ ഒരു അമ്പലക്കുളമാണ് കാണുന്നത്. നിറയെ വെള്ളയും വയലറ്റും പിങ്കും നിറത്തിലുള്ള ആമ്പൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കുളം കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ പതിയെ പടികൾ ഇറങ്ങി താഴേക്ക് ചെന്നു. ഏറ്റവും താഴത്തെ പടിയിൽ നിന്ന് കാല് നനച്ചു. അപ്പോഴാണ് അതിൽ നിറയെ മീനുകൾ ഉള്ളത് അവൾ കാണുന്നത്. അവൾ അങ്ങോട്ട് പോകുന്നത് കണ്ട് ശരണ്യയും ദക്ഷയും അവളുടെ പുറകെ തന്നെ പോയി. ആ കാഴ്ച കണ്ട് അവരുടെയും കണ്ണുകൾ വിടർന്നു. അവർ 3 പേരും കൂടി കുറെ ഫോട്ടോസ് എടുക്കുകയായിരുന്നു. അപ്പോഴാണ് ശ്രീദേവ് അങ്ങോട്ട് വരുന്നത്. അതെ, ഫോട്ടോയെല്ലാം പിന്നെ എടുക്കാം, അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും അന്വേഷിക്കുന്നുണ്ടാവും, ശ്രീദേവ് പറഞ്ഞു. എന്നാ നമുക്ക് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം, അപ്പോ അവരോട് പറഞ്ഞിട്ട് വരാം, ശരണ്യ പറഞ്ഞു. അങ്ങനെ അവർ അമ്പലക്കുളത്തിന്റെ പടികൾ ഓരോന്നായി കയറി. നിന്നോട് അങ്ങോട്ട് പറയാതെ പോകരുതെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ, മുന്നിൽ കയറി വന്ന ശരണ്യയുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് ശ്രീദേവ് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഇവർ കൂടിയില്ലേ? ശരണ്യ ചോദിച്ചു. ആര് കൂടെയുണ്ടെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകണ്ട, അറിയാലോ, ഒരുപാട് ആഴമുള്ള കുളമാണ്, ശ്രീദേവ് പറഞ്ഞു. അത് പറഞ്ഞ് അവൻ ദക്ഷയാണ് നോക്കിയത്. ദക്ഷ ശ്രീകുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു. പുറകെ ശരണ്യയും ശ്രീദേവും. അവർ അമ്പലത്തിലേക്ക് ചെല്ലുമ്പോഴേ കണ്ടു വഴിപാട് കൗണ്ടറിന്റെ അടുത്ത് ആരോടോ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന മുത്തച്ഛനെയും മുത്തശ്ശിയെയും. അവരെ കണ്ടതും അദ്ദേഹം, ആ ശ്രീദേവ് മോൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് നാളായല്ലോ, ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവത്തിന്റെ ഒന്നും കണ്ടില്ലല്ലോ ഇപ്രാവശ്യം. അതിന് ഈ അമ്പലത്തിലെ ഉത്സവത്തിന് ഏത് പ്രാവശ്യമാണ് ഇവൻ വന്നിരിക്കുന്നത്? മുത്തച്ഛനാണ് ചോദിച്ചത്.
അത് കേട്ടതും ശ്രീദേവ് മുത്തശ്ശനെ നോക്കി. അതിന് ശ്രീദേവ് സാറിന് ഒരുപാട് തിരക്കുള്ളതല്ലേ, അപ്പോൾ എന്തുത്സവം അല്ലേ? അദ്ദേഹം ശ്രീദേവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ശ്രീദേവ് അതിന് ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. എന്നാൽ ആ സമയം ദക്ഷയും ശ്രീകുട്ടിയും ശരണ്യയും കൂടി ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്നു നിന്ന് തൊഴുതു. അവർ തൊഴുതു നിൽക്കുമ്പോഴാണ് ആ ദേവീക്ഷേത്രത്തിലേക്ക് ദക്ഷ നോക്കിയത്. നിറയെ ചെമ്പരത്തി പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്നു ആ ദേവിയെ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവൾ ദേവിയെ നോക്കി പ്രാർത്ഥിച്ച് തിരിഞ്ഞതും ആരുടെയോ നെഞ്ചിലായി വന്ന് മുട്ടി. അവൾ മുഖമുയർത്തി നോക്കിയതും ചിരിയോടെ നിൽക്കുന്ന ശ്രീദേവിനെ കണ്ടു. നോക്കി നടക്കെൻ്റെ പെണ്ണെ, അവൻ പറഞ്ഞു. അവൾ പെട്ടെന്ന് പിന്നിലേക്ക് പോകാൻ പോയതും ഇനി അങ്ങോട്ട് വീഴണ്ട, ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് അവളെ തിരിച്ച് അവൻ്റെ അടുത്ത് തന്നെ നിർത്തി. പ്രാർത്ഥിക്ക്, അവൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞതാ, അവൾ പറഞ്ഞു. അതിനെന്താ, ഒന്നുകൂടി എൻ്റെ കൂടെ നിന്ന് എൻ്റെ വാമഭാഗത്ത് നിന്ന് പ്രാർത്ഥിക്ക്. ഈ ദേവിക്ക് നല്ല ശക്തിയാണെന്ന് പറയുന്നത്. ഭാവിയിൽ നമ്മുടെ വിവാഹം നടക്കാൻ പോകുന്നത് ഈ ക്ഷേത്രത്തിൽ വെച്ചായിരിക്കും. ശ്രീദേവ് പറഞ്ഞതും അവൾ മുഖം ചരിച്ച് ശ്രീദേവിനെ നോക്കി. ശരിക്കും നിന്റെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് ദേ ഈ ദേവി നടയിൽ വെച്ച് ഈ ശ്രീദേവിൻ്റെ പേര് കൊത്തിയ താലിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ നിമിഷം ശ്രീദേവ് അമ്പലത്തിലെ ആ മണിയിൽ കൈവച്ച് അതൊന്നടിച്ചു. അത് കണ്ടതും ദക്ഷ അവനെ നോക്കി. സത്യം, അല്ലാതെ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിലും ഈ ശ്രീദേവ് ശക്തിയുടെ താലി വീഴില്ല, അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി രണ്ട് കണ്ണും ചിമ്മിക്കാണിച്ചു. അപ്പോഴേക്കും അവരുടെ അടുത്ത് 2-3 പേർ വരുന്നത് കണ്ടതും ദക്ഷ വേഗം അവിടെ നിന്നും നടന്നു. അവളെ ഒന്ന് നോക്കി ചെറു പുഞ്ചിരിയോടെ ശ്രീദേവും. സർ, പെട്ടെന്നാണ് പുറകിൽ നിന്ന് ഒരു പെൺകുട്ടി വിളിക്കുന്നത്. അവൻ തിരിഞ്ഞു നോക്കിയതും ഒരു സെറ്റ് മുണ്ടും എടുത്ത ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി. സർ, ഞങ്ങൾക്ക് ഒരു ഫോട്ടോ, ആ കുട്ടി ചോദിച്ചതും. അമ്പലത്തിനകത്ത് തന്നെ വെച്ച് വേണോ, പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോരെ, ശ്രീദേവ് ചോദിച്ചു. ആ മതി സർ, പെട്ടെന്ന് ആ പെൺകുട്ടി പറഞ്ഞു. ദക്ഷ ഉപദേവതകളെ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ശ്രീദേവ് അവളുടെ അടുത്ത് വന്ന് നിന്നു. എൻ്റെ താലിയും കഴുത്തിലിട്ട് നമ്മൾ രണ്ടുപേരും വീണ്ടും ഇവിടെ വന്ന് നിൽക്കും. അന്ന് നീ ദക്ഷിണ വേണുഗോപാലായിരിക്കില്ല, ദക്ഷിണ ശ്രീദേവ് ശക്തിയായിരിക്കും, ശ്രീദേവ് പറഞ്ഞു. അവൾ വീണ്ടും അവിടെ നിന്നും അകന്ന് മാറിക്കൊണ്ട് നടന്നു. അവൾ പിടച്ചിലോടെ മാറിപ്പോകുന്നത് കണ്ട് ശ്രീദേവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പിന്നീട് ദക്ഷ ശ്രീകുട്ടിയുടെയും ശരണ്യയുടെയും അടുത്ത് നിന്ന് മാറാതെ തന്നെ നടന്നു. അവൾ മാറാതെ നടക്കുന്നത് കണ്ടതും ശ്രീദേവിന് ചിരി വരുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും തൊഴുത് അവർ തിരിച്ച് ആൽമരച്ചോട്ടിൽ വന്നു നിന്നതും പോകാം മുത്തശ്ശി, ശ്രീദേവ് ചോദിച്ചു. പോകാം. ഈ കുട്ടികളെ ഞാൻ ഒരു സ്ഥലം വരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്തായാലും വേണ്ട, നിനക്ക് ഇന്ന് ഷൂട്ടിന് പോകണ്ടല്ലേ, അതുകൊണ്ട് അടുത്ത ദിവസം പോകാം എന്ന് മുത്തശ്ശി പറഞ്ഞു. അത് പിന്നൊരു ദിവസം ആവട്ടെ, ഞാനും കൂടി വരാം, ശ്രീദേവ് പറഞ്ഞു. അതെയോ, നീയും വരുന്നുണ്ടോ? മോനെ ശ്രീദേവ്, നിനക്കിപ്പോൾ എത്ര വയസ്സായെന്നറിയോ? മുത്തശ്ശി ചോദിച്ചതും. അതെന്താ ഇപ്പോൾ എൻ്റെ വയസ്സ് ചോദിക്കുന്നത്? ശ്രീദേവ് ദക്ഷയെയും മുത്തശ്ശനെയും എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. പറയ്, നിനക്ക് എത്ര വയസ്സായി? 26, ശ്രീദേവ് പറഞ്ഞു. അതെ, ഈ 26, ഈ 26 വർഷമായിട്ട് നീ എന്നെങ്കിലും നമ്മുടെ ഗന്ധർവ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? മുത്തശ്ശി ചോദിച്ചു. ഇല്ല, പോയിട്ടില്ല. പിന്നെ ഇപ്പോൾ എന്തിനാ പോകുന്നത്? അത് പിന്നെ ചുമ്മാ ഇവരെല്ലാവരും പോകുന്നുണ്ടല്ലോ, അപ്പോൾ കൂടെ പോകാമെന്ന് കരുതി. എന്നൊരു കാര്യം ചെയ്യും, ഉത്സവം ആവാറായി, അന്ന് പോയാൽ മതി മോൻ അങ്ങോട്ട്. അതെന്താ, അതിനു മുമ്പ് പോകാൻ പാടില്ലേ? ഇല്ല, ഗന്ധർവ ക്ഷേത്രത്തിൽ സ്ത്രീകൾ മാത്രമാണ് പോകുന്നത്, അവിടെ പുരുഷന്മാർ കടക്കുന്നത് ഉത്സവത്തിൻ്റെ അന്ന് മാത്രമാണ്, മുത്തശ്ശി പറഞ്ഞു. ഓ അങ്ങനെ, ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അന്ന് പോയിക്കോളാം ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് വന്ന് കാറിൽ കയറി. അവർ തിരിച്ച് വീട്ടിലെത്തിയതും ശ്രീദേവ് വേഗം തന്നെ പടികൾ കയറി മുകളിലേക്ക് പോയി. മുത്തശ്ശി, ഞാൻ വേഗം ഇറങ്ങൂട്ടോ എന്ന് വിളിച്ച് പറയുന്നുണ്ട്. മോനെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം. വേണ്ട മുത്തശ്ശി, ഞാൻ ലേറ്റ് ആവും, അവൻ പറഞ്ഞുകൊണ്ട് പടികൾ കയറി മുകളിലേക്ക് പോയി. ഈ സമയം ദക്ഷയുടെ ഫോണിലേക്ക് കോൾ വന്ന് അവൾ ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അവൾ മുറ്റത്തൂടെ നടന്നു. അപ്പോഴാണ് ശ്രീദേവിന് ഒരു ഫോൺ വന്നത്. അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബാൽക്കണിയിൽ വന്ന് നിൽക്കുമ്പോഴാണ് ദക്ഷ താഴെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്.
അവൾ മുറ്റത്തു നിന്ന് കുറച്ച് മാറി വിശാലമായ ആ പറമ്പിൻ്റെ ഭാഗത്തേക്ക് നടക്കുന്നത് കണ്ടതും ശ്രീദേവിൻ്റെ നെറ്റി ചുളുങ്ങി. അവൻ വേഗം ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ പടികൾ ഇറങ്ങി താഴേക്ക് വന്നു. അവൻ താഴേക്ക് വരുമ്പോൾ ആരെയും കണ്ടില്ല. അവൻ വേഗം സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. അവിടെ വന്ന് പുറത്തേക്ക് വന്ന് നോക്കി. ആരെയും കാണാതായതും അവൻ ദക്ഷ സംസാരിച്ചു കൊണ്ട് നിന്ന ആ ഭാഗത്തേക്ക് പോയി. അവൻ ചെല്ലുമ്പോൾ അവൾ താഴെ വീണ് കിടക്കുന്ന പൂക്കൾ പിറക്കിയെടുക്കുകയാണ്. ആ പൂവിൻ്റെ സുഗന്ധം അവിടെ പടരുന്നത് ശ്രീദേവിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഫോണിൽ സംസാരം നിർത്തി ആ പൂക്കളെല്ലാം രണ്ട് കൈയിലും പിറക്കിയെടുക്കുന്ന അവളെ കണ്ടതും പെട്ടെന്ന് അവൻ അവളെ പിടിച്ച് വലിച്ച് ഒരു മരത്തിനോട് ചേർത്ത് നിർത്തി അവളിലേക്ക് അമർന്നു. അവൻ്റെ ശരീരത്തിൻ്റെ ചൂട് അവൾക്ക് നന്നായി അനുഭവപ്പെട്ടു. അത്രയും ചേർന്നാണ് ശ്രീദേവ് നിന്നത്. കണ്ണുകൾ മുറുക്കി അടച്ചു നിന്ന ദക്ഷ പതിയെ കണ്ണുകൾ തുറന്നു. അവൻ്റെ മിഴികളിൽ തെളിഞ്ഞു വന്ന ആ പ്രണയം അവളെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ ദക്ഷ പെട്ടെന്ന് മുഖം കുനിച്ചു. എന്നാൽ ശ്രീദേവ് അവളുടെ മുഖം പിടിച്ച് ഉയർത്തി. അവളുടെ കണ്ണുകളുമായി അവൻ്റെ കണ്ണുകൾ കോർത്തു. പതിയെ അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർക്കുമ്പോൾ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അവളിൽ ആഴ്ന്നിറങ്ങി. അവളുടെ കൈകൾ അവനിൽ മുറുകി. അതിനനുസരിച്ച് അവൻ്റെ ചുംബനത്തിൻ്റെ തീവ്രത കൂടി. അവളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക മണം അവനെ വല്ലാതെ മത്തുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൻ പോലും അറിയാതെയാണ് അവൻ അത്രയും ഗാഢമായി അവളെ ചുംബിച്ചത്. അവളും ആ നിമിഷം അവൻ്റെ ചുംബനത്തിൽ അലിഞ്ഞിരുന്നു. അവളിൽ അമർന്ന അവൻ്റെ പല്ലുകൾ നൽകിയ വേദന അവളിലൊരു ലഹരിയായി തോന്നി. അവൻ്റെ ശരീരം അവളിലേക്ക് പൂർണ്ണമായും അമർന്നിരുന്നു. പെട്ടെന്ന് ദക്ഷ അവനെ പിടിച്ച് തള്ളിയത്. ആ തള്ളലിൽ പുറകിലേക്ക് വേച്ചുപോയ ശ്രീദേവ് വീഴാതെ നിന്നു. അപ്പോഴാണ് അവൻ ദക്ഷയെ നോക്കുന്നത്. കണ്ണുകൾ രണ്ടും നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോഴാണ് താൻ എന്താ ചെയ്തതെന്ന് ശ്രീദേവിന് ഓർമ്മ വന്നത്. താൻ മനഃപൂർവ്വം ചെയ്തതല്ല, ആ സമയം അങ്ങനെ അറിയാതെ ചെയ്തു പോയതാണ്. അവൻ ദക്ഷയെ നോക്കി. കണ്ണുകൾ മുറുക്കി അടച്ച് ആ മരത്തിൽ തന്നെ ചാരി നിന്ന് ദീർഘമായി ശ്വാസം വിടുന്ന അവളെ അവനൊന്ന് നോക്കി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ദക്ഷ, അവൻ പതിയെ ആർദ്രമായി വിളിച്ചു. അപ്പോഴും കണ്ണുകൾ മുറുക്കി അടച്ചു നിന്ന അവൾ കണ്ണുകൾ തുറന്നില്ല. അവൻ വീണ്ടും അവളിലേക്ക് അമർന്നു. ദക്ഷ, അവൻ വീണ്ടും വിളിച്ചു. അവൻ തൻ്റെ ശരീരത്തിലേക്ക് അമർന്നു നിൽക്കുന്നത് അറിഞ്ഞതും അവൾ ഞെട്ടലോടെ കണ്ണു തുറന്ന് അവനെ നോക്കി. നിറഞ്ഞിരിക്കുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ശ്രീദേവ് പറഞ്ഞു, പറയ് ദക്ഷ, ഇപ്പോഴെങ്കിലും ഒന്ന് പറയ്, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. ശ്രീദേവ് പറഞ്ഞതും അവളുടെ രണ്ട് സ്ഥലത്തേക്കും തലയണക്കി. പ്ലീസ് പറയ് ദക്ഷ, അവൻ വീണ്ടും അവളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അവൾ ഇല്ല എന്ന് പറഞ്ഞതും അവൻ അവളുടെ ധാവണിക്കിടയിലൂടെ അവളുടെ വയറിൽ ഒന്ന് പിടിച്ചു. അവൾ ഒന്ന് ഉയർന്നു പൊങ്ങി. പറയ്, ഇഷ്ടമാണെന്ന് പറയ് ദക്ഷ, ശ്രീദേവ് പറഞ്ഞു. ഇല്ല, എനിക്ക് ഇഷ്ടമല്ലേ? അവൻ ചോദിച്ചിട്ടും അവൾ ഒന്നും മിണ്ടിയില്ല. പറ ദക്ഷ, ഇഷ്ടമല്ലേ നിനക്കെന്നെ? ശ്രീദേവ് അവളുടെ ചെവിക്ക് അടുത്തേക്ക് വന്ന് പറഞ്ഞതും അവളുടെ ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി. ദക്ഷ, പറ, ഇഷ്ടമാണെന്ന് പറയ് ദക്ഷ. അവൻ്റെ സ്വരത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞതും ദക്ഷയുടെ ശരീരം ഒന്ന് വിറച്ചു. പ്ലീസ് പ്ലീസ് ദക്ഷ, എനിക്ക് താടാ നിന്നെ, പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഞാൻ. അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ ഞാൻ നിന്നിലേക്ക് ഇങ്ങനെ ചേരുന്നത്. എനിക്ക് ഇതുവരെ അറിയാത്ത ഒരു ഫീലിംഗാണ് നീ അടുത്ത് വരുമ്പോൾ ഞാൻ അറിയുന്നത്. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് നീയാണ്, നീ എൻ്റെയാണ്, എൻ്റെ മാത്രം. അവൻ അവളുടെ ചെവിയുടെ അടുത്ത് നിന്ന് പറഞ്ഞിട്ട് പതിയെ അവളിൽ നിന്നും മുഖം മാറ്റിയതും അവൻ കണ്ടു അവളുടെ നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികളെ. നിന്നിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ഒരു തുള്ളി വിയർപ്പിന് പോലും അവകാശി ഞാൻ മാത്രമാണ്. ഞാൻ മാത്രമാണ് നിന്റെ അവകാശി. എന്നെ ചുറ്റി വരിയേണ്ട കൈകളായിരിക്കണം ഇത്, അവൻ അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ ചുംബിച്ചുണർത്തേണ്ട ചുണ്ടുകളായിരിക്കണം ഇത്, അവൻ അവളുടെ ചുണ്ടിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു.
എന്നിൽ അലിഞ്ഞു ചേരേണ്ടതായിരിക്കണം നിന്റെ ഹൃദയം. അത് എൻ്റെ ഹൃദയത്തോടായിരിക്കണം ചേർന്നിരിക്കേണ്ടത്. നിന്നിലെ സ്ത്രീയെ എനിക്ക് വേണം, നിന്നിലെ സ്ത്രീത്വവും എനിക്ക് വേണം. അതുപോലെ എന്നിലെ പുരുഷനെയും എന്നിലെ ആണിനെയും നീ മാത്രമേ അറിയൂ. നിനക്ക് മാത്രമേ ഈ ശ്രീദേവ് ശക്തി സ്വന്തമാകൂ. നിന്നിൽ അലിഞ്ഞു ചേർന്നാൽ മാത്രമേ ഞാനെന്ന പുരുഷൻ പൂർണ്ണനാകൂ. അത്രയും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ദക്ഷ. പ്ലീസ് ഒന്ന് പറയ്, എന്നെ ഇഷ്ടമാണെന്ന്, എന്നെ പ്രണയിക്കുന്നുവെന്ന്. നിന്റെ ചുണ്ടിൽ നിന്നും നിന്റെ ഈ നാവിൽ നിന്നും കേൾക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഞാനത്. പ്ലീസ് ദക്ഷ. അവൻ ഒരു കാറ്റ് പോലെ വീണ്ടും അവളിലേക്ക് ചേർന്ന് നിന്ന് പറഞ്ഞതും അവളുടെ ശരീരം ഒന്ന് വിറച്ചു. ഇത്രയും നേരം അവൻ പറഞ്ഞത് അവളുടെ ഹൃദയത്തിൽ തറയ്ക്കുന്ന വാക്കുകളായിരുന്നു. പ്ലീസ്. അവൻ വീണ്ടും പറഞ്ഞതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ പറയാം. അവൾ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ്റെ കണ്ണുകളിലെ തിളക്കം അവൾ കണ്ടു. ഇപ്പോഴല്ല, ഗന്ധർവ ക്ഷേത്രത്തിൽ വെച്ച്. അവൾ പറഞ്ഞതും അവൻ്റെ നെറ്റി ചുളുങ്ങി. എന്നാ? ഗന്ധർവ ക്ഷേത്രത്തിൽ വെച്ച് അവൾ പറഞ്ഞു. ഞാൻ വരാം. എപ്പോ? അവൻ ചോദിച്ചു. അത് അറിയാലോ, ഗന്ധർവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മാത്രമേ പുരുഷന്മാർ കയറാൻ പാടുള്ളൂ എന്ന് മുത്തശ്ശി പറഞ്ഞത്. ദക്ഷ ചോദിച്ചു. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നീ പറ, എപ്പോൾ വരണം ഞാൻ? ഞാൻ പറയാം. ഇപ്പോൾ ഷൂട്ടിന് പോണ്ടേ? പോയിട്ട് വാ, എന്നിട്ട് ഞാൻ പറയാം, ദക്ഷ പറഞ്ഞു. പറ്റിക്കോ നീ എന്നെ? അവൻ ചോദിച്ചു. ഇല്ല. ഗന്ധർവ ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ഞാൻ ശ്രീദേവ് ശക്തിയോട് തുറന്നു പറഞ്ഞിരിക്കും, ദക്ഷ പറഞ്ഞു. ഓക്കെ, ഐ ആം വെയിറ്റിംഗ് എന്ന് പറഞ്ഞ് അവൻ അവളുടെ കവിളിൽ ചുംബിച്ചു. ഗന്ധർവ ക്ഷേത്രത്തിൽ എത്തുന്നത് വരെ എൻ്റെ ഒരു സമാധാനത്തിന് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും തിരിഞ്ഞു നടന്നതും കണ്ണുകൾ മിഴിച്ച് അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ദക്ഷ. ഇതിപ്പോൾ എൻ്റെ മറുപടി എന്താന്ന് പോലും കേൾക്കാതെ അവൾ സ്വയം അവളെ നെറ്റിയിൽ തല്ലി. വേണ്ട ദക്ഷ, അത് വേണ്ട. അത് മാത്രം ശ്രീദേവ് പൊറുക്കില്ല. നിന്റെ ശരീരത്തെ വേദനിപ്പിക്കാൻ നിനക്ക് പോലും അവകാശമില്ല ദക്ഷ. എനിക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ അവകാശം. തിരിഞ്ഞു പോകുമ്പോഴും ശ്രീദേവ് വിളിച്ചു പറഞ്ഞു. അതെ, ഒരുപാട് സിനിമകളിൽ റൊമാൻസ് അഭിനയിച്ച് സ്വന്തം ജീവിതത്തിലും അത് കൊണ്ടുവരാൻ നോക്കാണോ? അവൻ പോകുന്നത് നോക്കി വിളിച്ചു പറഞ്ഞു ദക്ഷ. യെസ്, പ്രണയം അതൊരു മാജിക്കൽ പവറാണ് പെണ്ണെ. അനുഭവിച്ചറിയണം. അത് ഒരുപാട് ആളുകളുടെ മുന്നിൽ അഭിനയിച്ചല്ല, ഒറ്റയ്ക്ക് തൻ്റെ പ്രണയം പ്രണയിനിയോട് പറഞ്ഞ് അവൾക്ക് കൊടുക്കുന്ന സ്നേഹചുംബനങ്ങളോടെ അനുഭവിച്ചറിയണം. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്, ശ്രീദേവ് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു. പിന്നെ ഒരു കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവൻ നടന്ന് കാറിലേക്ക് കയറുന്നത് കണ്ടതും ദക്ഷ അവനെ തന്നെ നോക്കി നിന്നു. ഹായ്, അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.